ഡൽഹിയുടെ തെരുവുകളിൽ നിന്ന് ഒരു കൊടുങ്കാറ്റുയർന്നു. അത് ക്രിക്കറ്റ് ലോകത്തെ പിടിച്ചുകുലുക്കി. വിരാട് കോഹ്ലി വെറുമൊരു പേരല്ല, അതൊരു ജ്വാലയാണ്. പോരാട്ടത്തിന്റെയും അഭിനിവേശത്തിന്റെയും അഗ്നിയിൽ നിന്ന് വിരിഞ്ഞ ഇതിഹാസം. അവൻ ബാറ്റ് ഏന്തിയത് വെറുമൊരു കളിക്ക് വേണ്ടിയല്ല, ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ്. ഓരോ റണ്ണും ഓരോ തേരോട്ടമായിരുന്നു. ഓരോ സെഞ്ചുറിയും ഒരു കിരീടധാരണം പോലെ തിളങ്ങി. അവൻ ക്രീസിൽ നിലയുറപ്പിക്കുമ്പോൾ എതിരാളികളുടെ ഹൃദയമെടുപ്പ് വേഗത്തിലായി. പന്തുകൾ അവനെ ഭയന്നു, ബൗണ്ടറികൾ വഴിമാറി നടന്നു. അണ്ടർ 19 ലോകകപ്പിൽ ഒരു നായകന്റെ തിളക്കത്തോടെ അവൻ പട നയിച്ചു. അതായിരുന്നു ഈ ഇതിഹാസ യാത്രയുടെ ആദ്യത്തെ അധ്യായം. പിന്നീട് ഇന്ത്യൻ ജേഴ്സിയിൽ അവൻ ഒരു വിസ്മയമായി വളർന്നു. 2008 ശ്രീലങ്കയ്ക്കെതിരെ നടന്ന അരങ്ങേറ്റ മത്സരം, തുടക്കത്തിലെ പോരാട്ടങ്ങൾ, ടീമിലെ സ്ഥാനം ഉറപ്പിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾക്കൊടുവിൽ അവൻ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അവിഭാജ്യ ഘടകമായി മാറി. 2011 ലോകകപ്പ് വിജയം ആ യാത്രയിലെ ഒരു സുവർണ ഏടായിരുന്നു. പിന്നീട് അങ്ങോട്ട് റെക്കോർഡുകൾ അവനു വേണ്ടി വഴിമാറി. പുതിയ ഇതിഹാസങ്ങൾ പിറവിയെടുത്തു. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ രണ്ടാമത്തെ താരം എന്ന നേട്ടം അവനെ തേടിയെത്തി. ടെസ്റ്റിലും ഏകദിനത്തിലും അതിവേഗം നിശ്ചിത റൺസ് പിന്നിട്ട ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡ് അവൻ സ്വന്തമാക്കി. ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമെന്ന ഖ്യാതിയും അവന് മാത്രം. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇരട്ട സെഞ്ചുറികൾ നേടിയ ഇന്ത്യൻ ബാറ്റ്സ്മാൻ എന്നതും അവന്റെ കിരീടത്തിലെ പൊൻതൂവലാണ്. 2020 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡും IPL ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡും അവനല്ലാതെ മറ്റാർക്കാണ് സ്വന്തമാക്കാൻ കഴിയുക?